ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വെളിവ് നഷ്ടപ്പെട്ടു നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ വകുപ്പ് മന്ത്രിയെ വിളിക്കരുതെന്ന് ഏത് പൊട്ടൻ പറഞ്ഞിട്ടാണ് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയത്? മുഖ്യമന്ത്രിയെ വിളിച്ചു, അത് മതിയെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. മരുമകനെ വിളിക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യവും കൂടി ചോദിച്ചു മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ. മരുമകനെ വിളിക്കാനല്ല പറഞ്ഞത്, വകുപ്പ് മന്ത്രിയെ വിളിക്കാനാണ് പറഞ്ഞത്. അമ്മായിയപ്പനെയും മരുമകനെയും ഒക്കെ വിളിക്കാൻ എന്താ, നിങ്ങളുടെ അച്ചി വീട്ടിൽ വല്ല സദ്യയും നടക്കുന്നുണ്ടോ? 5 വർഷം പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രി കസേരയിലിരുന്ന് വൃത്തിയായി പണിയെടുത്ത മനുഷ്യനാണ് വിളിക്കാൻ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പാർട്ടി പ്രസിഡന്റ് എന്ന ലേബൽ ഒഴിച്ച് മറ്റെന്ത് തേങ്ങയാണ് നിങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ ആ കസേരയിൽ കയറി ഇരിക്കുവാനുണ്ടായിരുന്നത്? വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടരുതെന്ന് എവിടെയെങ്കിലും നിയമം ഉണ്ടോ? അതോ മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടുന്നവൻ മന്ത്രിയാകരുതെന്ന നിയമമുണ്ടോ? പണ്ടൊരു വ്യവസായ പ്രമുഖൻ തന്റെ ഏക മകളെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരുവന് കെട്ടിച്ചു കൊടുത്ത കഥ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ മരുമകനെ പിടിച്ച് സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്തി. അവൻ അവിടെ ഇരുന്ന് അമ്മായിയപ്പന്റെ പേരിലുള്ള ഷെയർ മുഴുവൻ വിറ്റ് കാശാക്കി. അമ്മായിയപ്പനെ ഇറക്കി വിട്ടു. ഒടുവിൽ അമ്മായിയപ്പനും മരുമകനും തമ്മിൽ കേസായി. ഇതുപോലെ നെറികെട്ട മരുമക്കൾ ഈ നാട്ടിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ എല്ലാ മരുമക്കളും അതുപോലെയാണെന്ന് വിചാരിക്കരുത്. പിൻവാതിൽ നിയമനം ലഭിച്ച മറ്റൊരു മരുമകന്റെ കഥയും നാട്ടിൽ പാട്ടാണ്. വ്യവസായിയായ അമ്മായിയപ്പന്റെ സർവ്വവും വിറ്റ് കിട്ടിയ കാശ്, ആ കാശിൽ ചെറിയൊരു പങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത് രാജ്യസഭാ അംഗമായ ഒരു പ്രാഞ്ചിയേട്ടന്റെ കഥ. ഒടുവിൽ അവിടുന്ന് ചാടി മുഖ്യധാര പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ചോദിച്ചു മേടിച്ച് മതിച്ചു നടന്ന കഥ. നിങ്ങൾ കേരളത്തിൽ വന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ചാർജ് എടുത്തപ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ 20% വോട്ട് ഷെയർ നേടി ജനഹൃദയത്തിൽ പ്രതീക്ഷയുടെ തിരിതെളിയിച്ച ഒരു പാർട്ടിയെ നിങ്ങൾ കൈപിടിച്ച് വളർത്തുമെന്നായിരുന്നു പ്രവർത്തകരുടെ പോലും പ്രതീക്ഷ. അതിനു പകരം മുൻപ് പറഞ്ഞ 2 കഥയിലെയും നായകരെ പോലെ BJPയെ മൊത്തത്തിൽ പറ്റിച്ച് വൺ മാൻ ഷോ നടത്താമെന്നാണ് താങ്കൾ കരുതിയിരുന്നത്. കോർപ്പറേറ്റ് കമ്പനി നടത്തുന്നത് പോലെ അല്ല മിസ്റ്റർ രാഷ്ട്രീയ പാർട്ടി കൊണ്ടു നടക്കുന്നത്. ഒരു കൂട്ടായ്മയാണ്. അധികാരം ആഗ്രഹിക്കുന്നവന്റെയും ആഗ്രഹിക്കാത്തവന്റെയും കൂട്ടായ്മ, പണിയെടുക്കുന്നവന്റെയും എടുക്കാത്തവന്റെയും കൂട്ടായ്മ, പണിയെടുക്കാതെ വെള്ള ഷർട്ടിട്ട് ഞാനാണ് അധികാരി എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ കൂട്ടായ്മ, അതിൽ ജോലി ചെയ്യുന്നവരെയും ജോലി ചെയ്യാത്തവരെയും തിരിച്ചറിഞ്ഞ് കൃത്യമായി പണിയെടുപ്പിക്കുന്നതാണ് ഒരു പ്രസിഡന്റിന്റെ മിടുക്ക്. നിങ്ങൾക്കത് സാധിച്ചില്ല. ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും കയറി ഇറങ്ങി അവരുടെ എല്ലാം തന്തയ്ക്ക് വിളി കേട്ട് ഒടുവിൽ ജീവഭയത്താൽ BJPയിൽ അഭയം നേടിയ ഒരപ്പന്റെയും മകന്റെയും തടവറയിലായിപ്പോയി നിങ്ങൾ വരുന്നതിന് മുൻപ് മുനമ്പം സമരം ഭംഗിയായി നടന്നുകൊണ്ടുവന്നതായിരുന്നു. ഒടുവിൽ താങ്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കിഴക്ക് നിന്ന് ഒരു രാജകുമാരനെ കളത്തിലിറക്കി മൊത്തം കുളമാക്കി. അടുത്തത് കത്തോലിക്ക സഭയുടെ രാജകുമാരനാണ് ഇവനെന്ന ധാരണയിൽ മുഴുവൻ സഭാ കേന്ദ്രങ്ങളിലേക്കും ഇവനെയും കൂട്ടിയുള്ള ആ ഒരു നടപ്പുണ്ടല്ലോ, അത് പുച്ഛത്തോടെയാണ് സഭാ നേതൃത്വത്തിലുള്ളവർ കണ്ടത്. നിങ്ങളെ സഭകൾ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ? വിക്രമാദിത്യൻ വേതാളത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ ഇവനെയും കൊണ്ടുള്ള നടപ്പുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ഷെയർ വാങ്ങിയ പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ 14% കൂപ്പൂത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരിക്കലും കാണാത്ത അവസ്ഥയിൽ ഈ പാർട്ടിയെ നിങ്ങൾ കൊണ്ടെത്തിക്കും. വെറും 10% വോട്ട് ഷെയർ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും നിയമസഭയിലേക്ക് വരില്ല. സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ V മുരളീധരനോ പോലെയുള്ള പഴയകാല BJP പ്രവർത്തകർ വിജയിച്ചു വന്നാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിങ്ങൾ മുന്നിലിറങ്ങി നിൽക്കുകയും ചെയ്യരുത്. നിങ്ങൾ നൂലിൽ കെട്ടി ഇറക്കിയിട്ടുള്ള അനൂപ് ആന്റണിയോ ഷോൺ ജോർജോ ശ്രീലേഖയോ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന നിങ്ങളോ ജയിച്ചാൽ 100% ക്രെഡിറ്റ് നിങ്ങൾ തന്നെ എടുത്തു. അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. പാർട്ടിയെ പാർട്ടിയായി കണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെപ്പോലെ നല്ലൊരു പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. രാഷ്ട്രീയമായി ആരോഗ്യപരമായ വിമർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ്. അല്ലാതെ മരുമകൻ, കൊച്ചുമോൻ, അമ്മായിയപ്പൻ എന്നെല്ലാം പറഞ്ഞുള്ള അനാവശ്യമായ വിമർശനങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കും. അല്ലാണ്ട് മറ്റൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈ സൂത്രപ്പണികൾ കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാവാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനൊത്ത് ഉയർന്ന് കളിക്കുവാൻ നിങ്ങളെ കൊണ്ടാകില്ല. അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവരാരും ഇന്നില്ല. അപ്പക്കാളയും അപ്പുക്കുട്ടനും അപ്പനും മോനും കൂടി പാർട്ടിയെ രക്ഷപ്പെടുത്തുമെന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ പാർട്ടിയിൽ 1980കളിൽ കയറിക്കൂടിയവർ മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും അറിഞ്ഞിരിക്കണം. വെറുതെ കുരങ്ങ് പാമ്പിനെ പിടിച്ചതുപോലെ നിൽക്കുന്ന ആ നിൽപ്പ് കാണുമ്പോൾ സങ്കടം തോന്നുന്നു.